പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CPI തൊഴിലാളി സംഘടനകളുടെ സൂചന പണിമുടക്ക് ആരംഭിച്ചു. 1 ലക്ഷം പേരെ അണിനിരത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നാണ് ജോയിന്റ് കൗൺസിൽ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളും ഇന്ന് പണിമുടക്കുന്നതോടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ എത്തിത്തുടങ്ങി. എന്നാൽ പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ് നോണും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും വിഷ്ണു, പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിലുള്ള നമ്മുടെ ജില്ലാ ട്രഷറിയുടെ ഭാഗത്താണ്. ഈ ഭാഗത്ത് ജീവനക്കാരെ തടയുന്നതിനായിട്ട് ഈ സമരത്തെ അല്ലെങ്കിൽ പണിമുടക്കിനെ അനുകൂലിക്കുന്നവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ പണിമുടക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ സാധ്യതകളൊക്കെ തന്നെ മുന്നിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നോർത്ത് ഗേറ്റ് മുതൽ സൗത്ത് ഗേറ്റ് വരെയുള്ള ഇടങ്ങളിൽ വിവിധ സംഘടനകൾ KSF-ലെ സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലെ, അതോടൊപ്പം തന്നെ ട്രഷറിയിലെ, ടീച്ചേഴ്സ് അസോസിയേഷൻ, അങ്ങനെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ പ്രതിഷേധ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. ജോയിന്റ് കൗൺസിലും അതോടൊപ്പം സെറ്റോയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സർക്കാരിനെതിരെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ അനക്സ് 1 ഗേറ്റിന്റെ അവിടെ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പട്ടിണിക്കഞ്ഞി സമരം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കഞ്ഞി വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് പട്ടിണിക്കഞ്ഞി സമരം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇടത് സർക്കാരിനെതിരെ CPI ഘടകകക്ഷിയായിട്ടുള്ള CPI സംഘടന നടത്തുന്ന 4ാമത്തെ സമരമാണ് ഇത്. 4ാമത്തെ ഒരു പണിമുടക്കാണ് ഈ വർഷം തന്നെ. 4ാമത്തെ പണിമുടക്കാണ് ഈ വർഷം തന്നെ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അമർഷങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പണിമുടക്കുന്ന ജീവനക്കാർക്ക് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തിൽ നിന്നും കട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വകുപ്പ് മേധാവികൾക്ക് നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നേരത്തെ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ നേരത്തെ ഓഫീസിൽ വരാൻ ആഗ്രഹിക്കുന്ന, പണിമുടക്കത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്ക് നേരത്തെ ഓഫീസ് തുറന്നു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ വകുപ്പ് മേധാവികൾ ചെയ്യുക. അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജീവനക്കാരെ തടയുകയും ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് വിവിധ ഇടങ്ങളിലെ പോലീസ് സഹായവും ചീഫ് സെക്രട്ടറി തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ താൽക്കാലിക ജീവനക്കാർ, അതായത് പണിമുടക്കിൽ പങ്കെടുക്കുന്ന താൽക്കാലിക ജീവനക്കാരെ ഇവിടെ നിന്നും, അതായത് ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇടത് സർക്കാരിനെതിരെ ഇടത് തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ഒരു വലിയ പ്രതിഷേധം, ഒരുപക്ഷെ സമീപകാലത്തൊക്കെ നമ്മൾ ഈ മന്ത്രി KN ബാലഗോപാലിന്റെ ഭാര്യ ഉൾപ്പെടെ ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ DA വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ സർക്കാരിനെ, ധനവകുപ്പിനെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കൊണ്ടാണ് ഇവർ സമരം നടക്കുന്നത്. ധനവകുപ്പിന്റെ പോരായ്മകളാണ് ഒരുപക്ഷെ മറ്റു വകുപ്പുകളെയും അതോടൊപ്പം തന്നെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കുന്നതെന്നാണ് ഈ സംഘടനകൾ വളരെ രൂക്ഷമായിട്ട് തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമരത്തെ ഒരു കൂട്ടം ആളുകൾ അനുകൂലിക്കുകയും ഒരു കൂട്ടം ആളുകൾ അനുകൂലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അനുകൂലിക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരാനുള്ള എല്ലാ സൗകര്യവും, അതായത് അവർക്ക് ജോലിക്ക് എത്താനുള്ള എല്ലാ സൗകര്യവും വകുപ്പുകളുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അല്പസമയത്തിനകം വലിയൊരു പ്രതിഷേധ പരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അനക്സ് 1, നോർത്ത് ഗേറ്റ്, സൗത്ത് ഗേറ്റ്, ജില്ലാ ട്രഷറി തുടങ്ങിയ സെക്രട്ടേറിയറ്റിന് സമീപമായിട്ട് വരുന്ന എല്ലാ ഇടങ്ങളിലും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കും ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു.
ടിൻഡു, ഒരു പക്ഷേ നമുക്ക് ഈ ഒരു സമരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് മേൽ മറ്റ് പല നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ നിലവിൽ വളരെയധികം ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ജീവനക്കാർക്ക് പോലും ഒരു സുരക്ഷാ സാന്നിധ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തങ്ങളുടെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെയല്ലേ പ്രധാനമായി മറ്റൊരു കാരണമായി എടുത്തു പറയേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, താൽക്കാലിക ജീവനക്കാർക്ക് പോലും കൃത്യമായി ശമ്പളമില്ല. അത്തരത്തിൽ നിരവധി നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ജീവനക്കാർ നേരിടുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടിയല്ലേ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങാനായി ഇടത് സംഘടനകളെ പോലും പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിഷ്ണു, ഇന്നലെ ചേർന്ന ഇടത് ജോയിന്റ് കൗൺസിലിന്റെ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ട് ധനവകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ജോയിന്റ് കൗൺസിലർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. അവർ പറയുന്നത് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള വീഴ്ചയാണ്. ഒരുപക്ഷെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നാണ് അവർ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയ്ക്ക് കാരണമായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകാനായിട്ട് കാരണമായിട്ട് പറയുന്നത്. ഈ പണിമുടക്കിലേക്ക് പോകാൻ ഇവർ നിർബന്ധിതരാകുന്നു എന്നായിരുന്നു പറയുന്നത്. സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരത്തിലേക്ക് പോകുന്നതും. അതോടൊപ്പം തന്നെ ഡയസ്നോൾ ഇവർക്കൊരു പ്രശ്നമല്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഡയസ്നോൾ ഒരു പ്രശ്നമല്ല. ഒരു ഡയസ്നോളിനെയും സർക്കാരിന്റെ ജൽപ്പനങ്ങളെയും ഭയക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്തിച്ചന്തയ്ക്ക് ആളുണ്ടോ എന്നാണ് CPM സംഘടന തന്നെ ഇതിനെ ആക്ഷേപിക്കുന്നത്. അന്തിച്ചന്തയ്ക്ക് ആളുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് കാണിച്ചു തരാമെന്നാണ് ജോയിന്റ് കൗൺസിൽ ഇന്നലെ നടത്തിയ ഒരു പ്രസ് മീറ്റിൽ അനുകൂലിക്കുന്നവർ പ്രഷർക്ക് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ജീവനക്കാരൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജീവനക്കാരെ തടയുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കേരളത്തിലെ ജീവനക്കാർക്ക് തടഞ്ഞുകൊണ്ടൊരു സമരമാണ്. ജീവനക്കാരെ തടഞ്ഞുകൊണ്ടൊരു സമരമാണ്. ജീവനക്കാരെ തടഞ്ഞുകൊണ്ടൊരു സമരമാണ്. ഉപരോധം ഏർപ്പെടുത്തുന്നില്ല എങ്കിലും ഞങ്ങളുടെ പ്രതിഷേധം തുടരും. നേരത്തെ കുറെ ജീവനക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. സമര പരിപാടികളുമായി മുമ്പോട്ട് പോകും. സാഹചര്യങ്ങളെ അനുസരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഒരു അക്രമത്തിലേക്കൊന്നും പോകുന്നില്ല. അവരെ പണിമുടക്കിന്റെ പ്രാധാന്യം അവരെ അറിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ തുടരും. ജീവനക്കാരെ തടയാനുള്ള രീതിയിലേക്ക് ഈ പ്രതിഷേധക്കാർ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇവര് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഈ പ്രതിഷേധം ജില്ലാ ട്രഷറിയുടെ മുൻഭാഗത്താണ് ഇപ്പോൾ ഇവർ പ്രതിഷേധം എത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ കൂടെ തന്നെ ഈ പണിമുടക്കിനെ അനുകൂലിക്കാത്ത ആളുകൾ, പണിമുടക്കിനെ അനുകൂലിക്കാത്ത ജീവനക്കാർ അകത്തേക്ക് പോകുന്നുണ്ട്. ട്രഷറി അടച്ചിട്ടുകൊണ്ട് ട്രഷറിയുടെ പ്രധാന കവാടം അടച്ചിട്ടുണ്ട്. ഈ അകത്തേക്ക് കയറാനുള്ള ജീവനക്കാർക്ക് കയറാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവനക്കാരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഇവർ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് വിവിധ സംഘടനകൾ അവരുടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. പുറത്തു വരുന്ന പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ മറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ടിൻഡു, എന്തു തന്നെയാലും ശക്തമായൊരു സമരത്തിലേക്കാണ് കടക്കുന്നത്. നിലവിൽ ജീവനക്കാരെ തടയുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഭൂരിഭാഗം ജീവനക്കാരും ഈ ഒരു സമരരംഗത്താണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇടത് സംഘടന ഉൾപ്പെട്ട ഈ ഒരു സമരത്തിൽ തന്നെ കൂടുതൽ ജീവനക്കാർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. ഒരുപക്ഷെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ മുൻപ് നടപ്പിലാക്കിയ പല തീരുമാനങ്ങളുടെയും ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സമരം എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ നമുക്കറിയാം, സർക്കാർ ജീവനക്കാരിൽ നിന്ന് വരെ പണപ്പിരിവ് അല്ലെങ്കിൽ പാർട്ടി പണപ്പിരിവ് ഉണ്ടാകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ മുൻപും വന്നിരുന്നു. ചില ആരോപണങ്ങൾ അത്തരത്തിൽ വന്നിരുന്നു. ഒരുപക്ഷെ ജീവനക്കാർക്ക് പോലും കൃത്യമായൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു തൊഴിൽ കൃത്യമായൊരു സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കൃത്യമായൊരു തൊഴിൽ സാഹചര്യം ഇല്ല എന്നുള്ള പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ കൂടി കൃത്യമായൊരു
തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഇടത് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇടത് സംഘടനകൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി തന്നെ നടപ്പിലാക്കുക. അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതി തന്നെ നടപ്പിലാക്കുക. നിലവിൽ ഇപ്പോൾ പങ്കാളിത്ത പെൻഷനാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നതും 12ാം ശമ്പള പരിഷ്കരണ നടപ്പിലാക്കുന്നതും അതോടൊപ്പം തന്നെ മെഡിസിപ്പ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതും ഇത് മൂന്നും എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യതയാകുന്ന രീതികളെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. വലിയ രീതിയിൽ ഘോഷിച്ചു കൊണ്ടുവന്ന രീതിയായിരുന്നു മെഡിസിപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ആശുപത്രികളെ മെഡിസിപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ധനവകുപ്പിന്റെ കയ്യിൽ അതിന് മതിയായിട്ടുള്ള പണമില്ല എന്ന് കണ്ടെത്തുക, മെഡിസിപ്പ് മനഃപൂർവ്വം തന്നെ സർക്കാർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്കുള്ള അവരുടെ ആനുകൂല്യം, അവരുടെ ആരോഗ്യ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. അതായത് ഒരു ജീവനക്കാർക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രോഗം വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ. ഈ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അവരുടെ ആരോഗ്യ കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ. അപ്പോൾ ഇത്തരത്തെ അവസ്ഥകളൊക്കെ വരുന്ന സമയത്താണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ സംഘടനകൾ പോകേണ്ടി വരുന്നത്. പ്രധാനമായിട്ടും CPI പോലുള്ള ഒരു പ്രധാന ഘടകകക്ഷി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സംഘടന സർക്കാരിനെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് രംഗത്ത് വരുന്നു. ഏതാണ്ട് 4 തവണയാണ് സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് CPIയുടെ അനുകൂല സംഘടനയായിട്ടുള്ള ഈ ജോയിന്റ് കൗൺസിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോഴൊന്നും സർക്കാർ ചെവി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ധനവകുപ്പിൽ വന്ന പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നത്. ഇതൊരു ചർച്ചയിൽ അവസാനിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. വിഷ്ണു. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.